ബി.ജെ.പിയുടെ ആപത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യാവേദി മറ്റുള്ളവരെല്ലാം കൂടി രൂപം കൊടുത്തത്. ആ രൂപീകരണം തെറ്റായിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് രാജ്യത്ത് ബി.ജെ.പിക്ക് ഒറ്റക്കക്ഷി എന്ന നിലക്കുള്ള ഭൂരിപക്ഷമില്ല. അതിനിടയാക്കിയത് ഇന്ത്യാവേദിയുടെ രൂപീകരണമാണ്. നല്ല ശക്തമായ കരുത്തുള്ള ഒരു പ്രതിപക്ഷ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് അത് വഴിവെച്ചു. ബി.ജെ.പി മുന്നണിക്ക് 42.5% വോട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എന്നാൽ ഇന്ത്യാവേദിക്ക് 40.6% വോട്ടും ലഭിച്ചു. അപ്പോൾ 42.5 40.6 എന്ന് പറഞ്ഞാൽ 1.9% വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് വിഭാഗവും തമ്മിലുണ്ടായത്. ഇവിടെ ഇത് കാണിക്കുന്നത് നല്ല നിലയിൽ ബി.ജെ.പിയെ നേരിടാനാകുമെന്നാണ്. അപ്പോൾ ബി.ജെ.പിയെ ആ രീതിയിൽ നേരിടുന്നതിനുള്ള കരുത്ത് വളർത്തിയെടുക്കുക എന്താണ് പ്രധാനം. ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു. 1.9% പിറകിൽ നിൽക്കുന്നു. ഒന്നുകൂടി തള്ളി മുന്നോട്ട് വരണം. പക്ഷേ അതാണോ കോൺഗ്രസ് രാജ്യവ്യാപകമായി സ്വീകരിക്കുന്ന നില? നിർഭാഗ്യവശാൽ അതല്ല. ഇതിനെ തകർക്കാനുതകുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.